ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു അടിപൊളി മാംഗോ ഡെസേർട്ടിൻ്റെ റെസിപ്പി തയ്യാറാക്കിയാൽ അതിന് വേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അന്ന് വെള്ളം ചൂടായി വരുമ്പോൾ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച് ചവ്വരിസി നമ്മളതിനകത്തേക്ക് കഴുകിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് 1.5 കപ്പ് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഞാനിവിടെ ഒരു മാങ്ങയുടെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ചവ്വരിസി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു അരിപ്പിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ജ്യൂസ് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ആറാൻ വെച്ചിരുന്ന ചവ്വരിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ചില സ്ഥലങ്ങളിൽ സാബൻ റൈസ് എന്നും പറയും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ നമുക്ക് ഇളക്കി മിക്സാക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിത് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിച്ചൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് ഈ മാംഗോയുടെ പീസ് തന്നെ നമുക്കിതിനകത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ മാംഗോ പീസ് ഞാനതിലേക്ക് കട്ട് ചെയ്ത് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോനെ മാംഗോയുടെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മാംഗോയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ക്യൂബ്സായിട്ട് ഇതിനകത്തേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് പിന്നെ നമ്മളൊന്ന് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ച് നല്ലത് തണുത്തതിന് ശേഷമേ നമ്മളിതെടുത്ത് കഴിക്കാവുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ മാംഗോ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം.